നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അരയും തലയും മുറുക്കി തയ്യാറാവുകയാണ് UDF. മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. ലീഗിന് 27 സീറ്റുകൾ നൽകും. RSP 5 സീറ്റിൽ മത്സരിക്കും. തിരുവമ്പാടി സീറ്റ് ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകും. കേരള കോൺഗ്രസുമായുള്ള ചർച്ച ഇന്ന് നടക്കും. മുന്നണിക്കുള്ളിലെ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള നീക്കമാണ് UDF നടത്തുന്നത്. ലീഗും RSPയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ച് 27 സീറ്റുകളിൽ തന്നെ ഇത്തവണയും മത്സരിക്കും. 25 ഇടങ്ങളിൽ കോണിച്ചെല്ലത്തിലും 2 ഇടങ്ങളിൽ സ്വതന്ത്രരെ ഇറക്കിയുമാണ് കഴിഞ്ഞ തവണ ലീഗ് മത്സരരംഗത്തുണ്ടായിരുന്നത്. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് ലീഗ് വിട്ടു നൽകും. കോങ്ങാട് അതോടൊപ്പം പുനലൂർ സീറ്റുകളും വിട്ടു നൽകാനുള്ള സന്നദ്ധത ലീഗ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പകരം സീറ്റുകൾ വേണം. ഇരവിപുരം, ചടയമംഗലം തുടങ്ങിയ സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ഈ സീറ്റുകൾ നൽകുന്ന കാര്യത്തിൽ അന്തിമ ധാരണയാകണമെങ്കിൽ RSPയുമായുള്ള ചർച്ചകൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. RSPയുടെ അഭിപ്രായവും ഇക്കാര്യങ്ങളിൽ നിർണായകമാകും. തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്നും ഏറ്റെടുക്കുമ്പോൾ BSTO അടക്കമുള്ള ആളുകളെയാണ് അവിടെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. RSPക്ക് കഴിഞ്ഞ തവണ നൽകിയ 5 സീറ്റുകൾ തന്നെ ഇത്തവണയും നൽകും. ഈ കാര്യത്തിലും ഏകദേശ ധാരണയായിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചകളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കോൺഗ്രസിന് സൃഷ്ടിക്കാൻ പോകുന്നത് കേരള കോൺഗ്രസുമായുള്ള ചർച്ചയിലാണ്. അത് ഇന്ന് വൈകിട്ട് നടക്കും. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ച 10 സീറ്റുകൾ ഇത്തവണ ലഭിക്കില്ല. ഇടുക്കി, കുട്ടനാട്, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ സീറ്റുകൾ വിട്ടു നൽകണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. പരമാവധി 4 സീറ്റുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് 3 സീറ്റുകളെങ്കിലും കിട്ടുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. കാര്യമായ തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ച സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം കൂടി വരുമ്പോൾ ഒരു മേൽക്കൈ ഉണ്ടാകും എന്നുള്ളതാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള തിരക്കിട്ട നീക്കമാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച കഴിഞ്ഞ 2 ദിവസങ്ങളായി പുരോഗമിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.